ഗുഡ് ഈവനിങ് ഡിയർ സ്റ്റുഡൻസ്. ഇന്ന് നമ്മളുടെ സോഷ്യോളജിയുടെ ക്ലാസ്സാണ്. നമ്മൾ 17ാമത്തെ ചാപ്റ്ററാണ് നോക്കുന്നത്. ഫാക്ടേഴ്സ് ഓഫ് സോഷ്യൽ ചേഞ്ച്, അതായത് സാമൂഹ്യ മാറ്റത്തിൻ്റെ ഘടകങ്ങൾ എന്തെല്ലാമാണ് എന്ന ചാപ്റ്ററാണ്. അപ്പോൾ സാമൂഹ്യ മാറ്റം എന്ന് പറയുമ്പോൾ സമൂഹത്തിൽ എന്താണ്, സമൂഹത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട് അല്ലേ? എല്ലാ സമൂഹങ്ങളിലും നമുക്ക് മാറ്റങ്ങൾ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ സമൂഹത്തിൽ ഇങ്ങനെ മാറ്റങ്ങളൊക്കെ കൊണ്ടുവരുന്നത് സാമൂഹ്യ പരിഷ്കർത്താക്കളൊക്കെയാണ്. അപ്പോൾ നമുക്കറിയാം ഒത്തിരി സാമൂഹ്യ പരിഷ്കർത്താക്കൾ, രാജാ റാംമോഹൻ റോയ് ഉണ്ട്, അതുപോലെ തന്നെയാണ് ശ്രീനാരായണ ഗുരു ഉണ്ട്. ഇവരൊക്കെ സാമൂഹ്യ പരിഷ്കർത്താക്കളാണ്. ഇവരൊക്കെയാണ് സമൂഹത്തിൽ കൂടുതലായിട്ട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. ചില സമൂഹങ്ങളിലാണ് പെട്ടെന്ന് മാറ്റങ്ങൾ ഉണ്ടാകും, ചിലയിടത്ത് വളരെ പയ്യായിരിക്കും മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മുടെ ഗൈഡിനകത്ത് ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ഇയർ സതി സിസ്റ്റം വാസ് ബാൻഡ്, അതായത് സതി സമ്പ്രദായം നിരോധിച്ചത് എന്നാണ്? 1829. വിച്ച് ആർട്ടിക്കിൾ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാസ് അബോളിഷ്ഡ് അൺടച്ചബിലിറ്റി, തൊട്ടുകൂടായ്മ നിരോധിച്ചുകൊണ്ടുള്ള ഇന്ത്യൻ ഭരണഘടനയിലെ വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 17. അങ്ങനെയുള്ള വൺ വേർഡുകളൊക്കെ ഒന്ന് നോക്കി വെക്കുക. അത് 2 വൺ വേർഡാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. പിന്നെ അക്ബർ സ്ഥാപിച്ച മതം, അത് പരീക്ഷകളൊക്കെ ചോദിക്കാറുണ്ട്. വാട്ട് വാസ് ദ നെയിം ഓഫ് ദ റിലീജിയൻ പ്രൊപ്പഗേറ്റഡ് ബൈ അക്ബർ? ദിൻ ഇലാഹി. വെൻ ഡിഡ് ഗ്രീൻ റവല്യൂഷൻ സ്റ്റാർട്ടഡ് ഇൻ ഇന്ത്യ? എപ്പോഴാണ് ഗ്രീൻ റവല്യൂഷൻ ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്തത്? അത് 1960 അവസാനത്തോടു കൂടിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഡസ് സോഷ്യൽ ചേഞ്ച് ഒക്കേഴ്സ്? എങ്ങനെയാണ് സാമൂഹ്യ മാറ്റം നടക്കുന്നത്? വിവിധ സമൂഹങ്ങൾ തമ്മിലുള്ള സാംസ്കാരിക ബന്ധങ്ങളിൽ നിന്നുമാണ് പ്രധാനമായും സാമൂഹ്യ മാറ്റം നടക്കുന്നത്. പല സംസ്കാരങ്ങൾ കൂടി ചേരുമ്പോഴാണ് എന്താണ് സമൂഹത്തിലെ മാറ്റങ്ങൾ സംഭവിക്കാറുള്ളത്. ഇനി നമുക്കാണെങ്കിൽ ഫസ്റ്റ് സോഷ്യൽ ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാം. സോഷ്യൽ ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ സമൂഹത്തിലുണ്ടാകുന്ന മാറ്റങ്ങളാണ്. സമൂഹത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ എന്ന് പറയുമ്പോൾ സമൂഹത്തിൻ്റെ ഘടനയിലും സ്ഥാപനങ്ങളിലും മാനദണ്ഡങ്ങളിലും മൂല്യങ്ങളിലും പെരുമാറ്റങ്ങളിലും ബന്ധങ്ങളിലും ഒക്കെ ഉണ്ടാകുന്ന മാറ്റത്തെയാണ് നമ്മൾ സാമൂഹ്യ മാറ്റം എന്ന് പറയുന്നത്. സാമൂഹ്യ മാറ്റം ഒരു സാർവത്രിക പ്രതിഭാസമാണ്. സാമൂഹ്യ മാറ്റം എല്ലായിടത്തും കാണപ്പെടുന്ന ഒന്നാണ്. സാമൂഹ്യ മാറ്റം സമൂഹത്തിൻ്റെ എല്ലാ ഭാഗങ്ങളെയും ബാധിക്കാറുമുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് കൾച്ചറൽ ലാഗ്? അപ്പോൾ കൾച്ചറൽ ലാഗ് എന്നാൽ എന്ത്? പുതിയ തലമുറയുമായി പൊരുത്തപ്പെടാൻ പഴയ തലമുറയ്ക്ക് കഴിയാതെ വരുന്ന പ്രതിഭാസത്തെയാണ് നമ്മൾ കൾച്ചറൽ ലാഗ് എന്ന് പറയുന്നത്. അതായത് പുതിയ തലമുറയുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാനായിട്ട് പഴയ തലമുറയ്ക്ക് കഴിയാതെ പോകുന്നു. അതായത് നമുക്കറിയാം, നമ്മുടെ വീടുകളിലൊക്കെ ആണെങ്കിൽ പഴയ കാരണവന്മാരൊക്കെ ആണെങ്കിൽ ഇപ്പോഴത്തെ രീതികളൊക്കെ കാണുമ്പോൾ നമ്മളെ വഴക്കൊക്കെ പറയല്ലേ, നമ്മൾ പുതിയ ഫാഷനും കാര്യങ്ങളും ഒക്കെ കാണുമ്പോൾ അവർക്കതൊന്നും ഇഷ്ടപ്പെട്ടെന്ന് വരികയില്ല. അതിനെയാണ് നമ്മൾ കൾച്ചറൽ ലാഗ് എന്ന് പറയുന്നത്. അവർക്ക് ഇപ്പോഴത്തെ സംസ്കാരം ഉൾക്കൊള്ളാനായിട്ട് അവർ കുറച്ച് സമയമെടുക്കും. അടുത്ത ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ ഫോമൽ ആൻഡ് ഇൻഫോമൽ എഡ്യൂക്കേഷൻ. എന്താണ് ഫോമൽ വിദ്യാഭ്യാസവും ഇൻഫോമൽ വിദ്യാഭ്യാസവും എന്ന് പറയുന്നത്? അതായത് സമൂഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് വിദ്യാഭ്യാസം എന്നത്. സാമൂഹ്യവൽക്കരണത്തിന് ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു ഘടകവും വിദ്യാഭ്യാസമാണ്. അപ്പോൾ നമുക്ക് നോക്കാം, എന്താണ് ഫോർമൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂളുകൾ, മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങിയവയുടെ സഹായത്തോടെ നേടിയെടുക്കുന്നതാണ് ഫോർമൽ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അതായത് എന്താണ്, സ്കൂളുകളിലൂടെ കുട്ടികളെയൊക്കെ സ്കൂളുകളിലേക്ക് പറഞ്ഞു വിടുന്നു, അവിടുന്ന് അവർ കുറച്ച് കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് വരുന്നു, പാഠപുസ്തകങ്ങളൊക്കെ പഠിക്കുന്നു. അതിനെ നമ്മൾ ഫോർമൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നു. ഇതുവഴി സ്കൂളുകളിൽ കുട്ടികളെ വിടുന്ന വഴി കുറച്ച് ചിട്ടകൾ, നിയന്ത്രണങ്ങൾ തുടങ്ങിയവയൊക്കെ കുട്ടികളെ അഭ്യസിക്കുന്നു അല്ലേ? സ്കൂളിൻ്റെ കറക്റ്റ് ടൈം കീപ്പ് ചെയ്യാനും അങ്ങനെയുള്ള ചിട്ടകൾ, യൂണിഫോം ധരിക്കാനും അങ്ങനെയുള്ള കുറേ ചിട്ടകൾ കൊച്ചുങ്ങൾ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ പഠിച്ചെടുക്കുന്നു. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫോമൽ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. ഇനി ഇൻഫോമൽ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് എന്നാ, ഒരു വ്യക്തി അവൻ്റെ അനുദിന ജീവിതത്തിലൂടെ, പ്രത്യേകിച്ച് സാമൂഹ്യ ജീവിതത്തിലൂടെയൊക്കെ ആണെങ്കിലും അവൻ ആർജിച്ചെടുക്കുന്നതാണ് ഇൻഫോമൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു വ്യക്തി അവൻ്റെ അനുദിന ജീവിതത്തിലൂടെ, അവൻ സ്കൂളിൽ പോകാതെ തന്നെ അവൻ കുറേ കാര്യങ്ങൾ അവന് പഠിച്ചെടുക്കാറുണ്ട്. അവൻ സമൂഹത്തിലുള്ള മറ്റുള്ളവരുമായിട്ട് ഇടപെടുമ്പോൾ, അയൽവക്കക്കാരായിട്ട് ഇടപെടുമ്പോൾ, കുടുംബത്തിലുള്ളവരായിട്ട് ഇടപെടുമ്പോഴൊക്കെ അവന് കുറേ കാര്യങ്ങൾ അവനാണെങ്കിലും പഠിച്ചെടുക്കുന്നു. ഇതിനെയാണ് നമ്മൾ ഇൻഫോമൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സ്വാഭാവികമായിട്ടൊരു കുഞ്ഞ് ജനിച്ച് കഴിയുമ്പോൾ അവൻ ഭാഷ പഠിക്കുന്നു. അവൻ സ്കൂളിൽ പോയിട്ടാണല്ലോ ഭാഷ പഠിക്കുന്നത്.
അടുത്ത ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ ഫാക്ടേഴ്സ് ഓഫ് സോഷ്യൽ ചേഞ്ച്. അതായത് സാമൂഹ്യ മാറ്റത്തിൻ്റെ ഘടകങ്ങളെക്കുറിച്ച് വിവരിക്കുക. അപ്പോൾ സാമൂഹ്യ മാറ്റത്തിന് കുറേ ഘടകങ്ങളുണ്ട്. അതായത് ഫസ്റ്റ് വൺ ബയോളജിക്കൽ ഫാക്ടേഴ്സ്, കൾച്ചറൽ ഫാക്ടേഴ്സ്, ടെക്നോളജിക്കൽ ഫാക്ടേഴ്സ്, പിന്നെ അതുപോലെ തന്നെ ഫിസിക്കൽ ഫാക്ടേഴ്സ്, പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ് എന്നൊക്കെ പറഞ്ഞ് കുറേ ഘടകങ്ങൾ സാമൂഹ്യ മാറ്റത്തിനുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് പഠിക്കേണ്ട സാമൂഹ്യ മാറ്റത്തിൻ്റെ ഫസ്റ്റ് വൺ ബയോളജിക്കൽ ഫാക്ടേഴ്സാണ്. അത് ജൈവിക ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ജൈവിക ഘടകങ്ങൾ. ജൈവിക ഘടകങ്ങൾ സാമൂഹ്യ മാറ്റത്തിന് പ്രധാന കാരണങ്ങളാണ്. ജൈവിക ഘടകങ്ങൾ സാമൂഹ്യ മാറ്റത്തിന് പ്രധാന കാരണമാണ്. ഇതൊരു നല്ലൊരു ക്വസ്റ്റ്യനാണ്. ഇത് പരീക്ഷയ്ക്കൊക്കെ ചോദിക്കാറുള്ളതാണ്. അപ്പോൾ നിങ്ങളിത് നന്നായിട്ട് പഠിക്കുക. സാമൂഹ്യ മാറ്റത്തിൻ്റെ ഘടകങ്ങൾ എപ്പോഴും പരീക്ഷയ്ക്ക് കാണാവുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ എന്താണ്? ജൈവിക ഘടകങ്ങൾ സാമൂഹ്യ മാറ്റത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. മനുഷ്യർ, സസ്യങ്ങൾ, മൃഗങ്ങൾ, പക്ഷികൾ എന്നിവ ഉൾപ്പെടുന്നു. ഈ ജൈവിക ഘടകങ്ങൾക്കകത്ത് ഉൾപ്പെടുന്നതാണ് ആരൊക്കെയാണ്? മനുഷ്യർ, സസ്യങ്ങൾ, മൃഗങ്ങൾ, പക്ഷികൾ എന്നിവയൊക്കെയാണെങ്കിൽ ഈ ജൈവിക ഘടകങ്ങൾക്കകത്ത് ഉൾപ്പെടുന്നതാണ്. ഒരു സമൂഹത്തിലെ ആവാസ വ്യവസ്ഥ സാമൂഹ്യ മാറ്റത്തിന് കാരണമാകുന്നു. ഇതെല്ലാം കൂടി ഉള്ളതാണ് നമ്മളൊരു സമൂഹത്തിൻ്റെ ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത്. പക്ഷികളും മൃഗങ്ങളും ജന്തുജാലങ്ങളും എല്ലാം അടങ്ങുന്നതാണ് നമ്മുടെ ആവാസ വ്യവസ്ഥ. അപ്പോൾ ഈ ആവാസ വ്യവസ്ഥ എന്തിന് കാരണമാകുന്നു? സാമൂഹ്യ മാറ്റത്തിന് കാരണമാകുന്നു. മനുഷ്യൻ്റെ മൗലികമായ ആവശ്യങ്ങളായ ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം എന്നിവയ്ക്ക് വേണ്ടി മനുഷ്യൻ ഇന്നും സസ്യങ്ങളെയും മൃഗങ്ങളെയും ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. വിളകൾ ജനസംഖ്യയെയും മനുഷ്യ സമൂഹത്തിൻ്റെ ഘടനയെയും ജനന നിരക്കിനെയും മരണനിരക്കിനെയും എല്ലാം സ്വാധീനിക്കുന്നു. അടുത്ത ഘടകമാണ് എന്താണ്? സാംസ്കാരിക ഘടകങ്ങൾ. സാംസ്കാരിക ഘടകങ്ങൾ എന്ന് പറയുമ്പോൾ സാമൂഹ്യ മാറ്റത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. സാമൂഹ്യ മാറ്റത്തിൻ്റെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് സാംസ്കാരിക മാറ്റമാണ്. അപ്പോൾ സാംസ്കാരിക രംഗത്തുണ്ടാകുന്ന മാറ്റങ്ങളെയാണ് നമ്മൾ സാംസ്കാരിക മാറ്റം എന്ന് പറയുന്നത്. സംസ്കാരം എന്നത് മനുഷ്യനിർമ്മിതമായ പരിസ്ഥിതിയാണ്. സംസ്കാരം എന്ന് പറയുന്നത് മനുഷ്യനിർമ്മിതമായ പരിസ്ഥിതിയാണ്. അത് സാമൂഹ്യ ജീവിതത്തിൻ്റെ ഉൽപ്പന്നമാണ്. നമ്മുടെ മൂല്യങ്ങൾ, വിശ്വാസങ്ങൾ, ആശയങ്ങൾ, ധർമ്മങ്ങൾ, ആചാരങ്ങൾ, പാരമ്പര്യങ്ങൾ എന്നിവയെല്ലാം ഉൾപ്പെട്ടതാണിത്. ഇപ്പോൾ അറിവ്, വിശ്വാസം, കല, ധർമ്മം, നിയമം, ആചാരം ഇവ സമൂഹത്തിലെ ഒരംഗം എന്ന നിലയിൽ മനുഷ്യൻ ആർജിക്കുന്ന മറ്റു കഴിവുകളാണ്. അപ്പം എന്താണ് ഈ സാംസ്കാരിക മാറ്റം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ സാംസ്കാരിക രംഗത്തുണ്ടാകുന്ന എല്ലാ മാറ്റങ്ങളും, അതായത് മൂല്യങ്ങളുണ്ട്, വിശ്വാസങ്ങളുണ്ട്, ആശയങ്ങളുണ്ട്, ധർമ്മങ്ങളുണ്ട്, ആചാരങ്ങളുണ്ട്, നമ്മുടെ പാരമ്പര്യങ്ങളുണ്ട്, ഇതെല്ലാം സാംസ്കാരിക മാറ്റത്തിൻ്റെ ഘടകങ്ങളായിട്ട് വരുന്നവയാണ്. ഇനി അടുത്താണ് സാങ്കേതിക ഘടകങ്ങൾ. സാങ്കേതിക ഘടകങ്ങൾ മനുഷ്യ മാറ്റത്തിൽ സാങ്കേതികമായ ഘടകങ്ങൾ വളരെ പ്രാധാന്യമർഹിക്കുന്നു. ആധുനിക സമൂഹത്തിലാകട്ടെ അതിൻ്റെ പ്രാമുഖ്യം ദിനം പ്രതി വർദ്ധിച്ചു വന്നുകൊണ്ടേയിരിക്കുന്നു. മനുഷ്യൻ അവൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള സാങ്കേതിക ഘടകങ്ങളെയൊക്കെ ഉപയോഗപ്പെടുത്തുന്നത്. ജീവിതം കൂടുതൽ സുഖകരമാക്കുന്നതിന് വേണ്ടി പുതിയ സാങ്കേതിക വിദ്യകൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ ഫലമായിട്ടാണ് നാഗരിക സംസ്കാരത്തിൻ്റെ തുടക്കം നമുക്ക് കാണാൻ സാധിക്കുന്നത്. അടുത്ത ഘടകം എന്ന് പറയുന്നത് ഭൂമിശാസ്ത്രപരമായ ഭൗതിക ഘടകങ്ങൾ. അതിനകത്ത് ഭൂമിശാസ്ത്രപരമായ ഘടകങ്ങൾ എന്നാൽ ഭൂതലം, കാലാവസ്ഥ, മഴ, പുഴ, പിന്നെ സസ്യജാലം, വനം, മൃഗങ്ങൾ, ധാതുക്കൾ തുടങ്ങിയവയെല്ലാം ഇതിനകത്ത് പെടുന്നതാണ്. അപ്പോൾ ഭൂമിശാസ്ത്രപരമായ ഭൗതിക ഘടകങ്ങൾ എന്ന് പറയുമ്പോഴത്തേന് ഈ ഭൂതലത്തിലുള്ള എല്ലാ സമസ്ത വസ്തുക്കളും, അതായത് കാലാവസ്ഥ മാറ്റങ്ങൾ, മഴയ്, പുഴയ്, സസ്യജാലം, പിന്നെ വനം, മൃഗങ്ങൾ, ധാതുക്കൾ തുടങ്ങിയവയെല്ലാം ഇതിനകത്ത് പെടുന്നുണ്ട്. മനുഷ്യജീവിതത്തിൽ ഇവ അഗാധമായി സ്വാധീനം ചെലുത്തുന്നുണ്ട്. വരൾച്ച, വെള്ളപ്പൊക്കം, ഭൂമികുലുക്കം, മലിനീകരണം എന്നിവ പെട്ടെന്നുള്ള സാമൂഹ്യ മാറ്റങ്ങൾക്ക് കാരണമാകുന്നു. മാറ്റത്തിൻ്റെ വേഗത കൂട്ടുന്നു. ഭൗതിക പരിസ്ഥിതികൾ സാമൂഹ്യ അവസ്ഥകളെ രൂപപ്പെടുത്തുന്നു. ഉദാഹരണമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഭൗതികമായ അധിവാസങ്ങളും സാംസ്കാരിക വളർച്ചയും പരസ്പരം ബന്ധപ്പെട്ടതാണ്. അപ്പോൾ പിന്നെയാണ് സാമൂഹ്യ മാറ്റത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയാൻ ഈ ഭൂമിശാസ്ത്രപരമായ ഭൗതിക ഘടകങ്ങൾ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ കാലാവസ്ഥയിലുണ്ടാകുന്ന മാറ്റങ്ങൾ മനുഷ്യജീവിതത്തെയൊക്കെ ബാധിക്കാറുണ്ട്. അതാണ് പറഞ്ഞാൽ വെള്ളപ്പൊക്കവും വരൾച്ചയും എല്ലാം നമ്മളെ ബാധിക്കുന്ന മലിനീകരണം, ഇതെല്ലാം അടുത്ത ഘടകമാണ് രാഷ്ട്രീയ ഘടകങ്ങൾ. രാഷ്ട്രീയപരമായ ഘടകങ്ങൾ സാമൂഹ്യ മാറ്റത്തിന് കാരണമായി തീരുന്നുണ്ട്. അതായത് ബ്രിട്ടീഷ് ഭരണം, ദേശീയ പ്രസ്ഥാനം, സ്വാതന്ത്ര്യം എന്നിവയാണ് ഇന്ത്യൻ സമൂഹത്തെ ഇന്ത്യൻ സാമൂഹ്യ മാറ്റത്തിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട രാഷ്ട്രീയ സംഭവങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിലെ രാഷ്ട്രീയപരമായ കാരണങ്ങൾ എന്ന് പറയുമ്പോഴത്തേന് അവിടെയാണ് ബ്രിട്ടീഷുകാരുടെ ഭരണത്തിൽ നിന്ന് നമ്മുടെ ദേശീയ പ്രസ്ഥാനവും ബ്രിട്ടീഷുകാരുടെ ഭരണത്തിനെതിരെ വന്ന ദേശീയ പ്രസ്ഥാനങ്ങളുണ്ട്.
സ്വാതന്ത്ര്യ സമരമുണ്ട്. ഇതെല്ലാം ഇന്ത്യൻ സമൂഹത്തെ മാറ്റത്തിലേക്ക് നയിച്ച ഘടകങ്ങളാണ്. പ്രധാന രാഷ്ട്രീയ സംഭവങ്ങൾ മജൂംദാറിൻ്റെ അഭിപ്രായത്തിൽ സാമൂഹ്യ മാറ്റം എന്നാൽ സമൂഹത്തിൻ്റെ നടത്തിപ്പിൽ പുതിയ രീതിയും ആശയങ്ങളും കൊണ്ടുവരുന്ന നടപടികളെയാണ്. അപ്പോൾ എന്താണ് മജൂംദാർ എന്ന് പറയുന്ന സോഷ്യോളജിസ്റ്റിൻ്റെ അഭിപ്രായത്തിലാണെങ്കിൽ സാമൂഹ്യ മാറ്റം എന്നാൽ സമൂഹത്തിൻ്റെ നടത്തിപ്പിൽ പുതിയ രീതികളും ആശയങ്ങളും കൊണ്ടുവരുന്നതാണ്. അപ്പോൾ സാമൂഹ്യ മാറ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? സമൂഹത്തിൻ്റെ നടത്തിപ്പിൽ പുതിയ ആശയങ്ങളും രീതികളും കൊണ്ടുവരുന്നത്. അപ്പം ബ്രിട്ടീഷുകാർ ഇവിടെ വന്ന് ഭരിച്ച് പുതിയ പുതിയ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞ് അവരിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റി. അതെല്ലാം നമ്മുടെ രാഷ്ട്രീയ ഘടകങ്ങളുടെ രാഷ്ട്രീയത്തിലേക്ക് അതൊക്കെ ഉൾക്കൊള്ളിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഘടകങ്ങളാണ് നമുക്ക് സാമൂഹ്യ മാറ്റത്തിനായിട്ട് ഉള്ള ഘടകങ്ങളെന്ന് പറയുന്നത്. ഇനി അടുത്ത മെയിൻ ക്വസ്റ്റ്യനാണ് എക്സ്പ്ലെയിൻ ഇക്കണോമിക് ഫാക്ടേഴ്സ് ഓഫ് സോഷ്യൽ ചേഞ്ചസ്. എന്താണ്? സാമ്പത്തിക ഘടകങ്ങൾ സാമൂഹ്യ മാറ്റത്തിന് കാരണമായി. സാമ്പത്തിക ഘടകങ്ങൾ എക്സ്പ്ലെയിൻ ഇക്കണോമിക് ഫാക്ടേഴ്സ് ഓഫ് സോഷ്യൽ ചേഞ്ച്. അതാണ് സാമ്പത്തിക ഘടകങ്ങൾ സാമൂഹ്യ മാറ്റത്തിന് കാരണമായി വിവരിക്കുക. സാമൂഹ്യ മാറ്റത്തിൻ്റെ സാമ്പത്തിക ഘടകങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അതിനകത്താണെങ്കിലും ആദ്യമായിട്ട് മാർക്സിയൻ വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? മാർക്സിയൻ വ്യൂ എന്ന് വെച്ചാൽ കാറൽ മാർക്സിൻ്റെ ഒപ്പീനിയൻ, ഒരു കാഴ്ചപ്പാട്, അതാണ് പറയുന്നത് മാർക്സിയൻ വ്യൂ എന്ന് പറയുന്നത്. പിന്നെയാണെങ്കിൽ ഇമ്പാക്റ്റ് ഓഫ് ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്പാക്റ്റ് ഓഫ് ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യവസായവൽക്കരണത്തിൻ്റെ ഫലമായിട്ടുണ്ടായ മാറ്റങ്ങൾ. വ്യവസായവൽക്കരണത്തിൻ്റെ ഫലമായിട്ട് സാമ്പത്തിക രംഗത്തുണ്ടായ സാമൂഹ്യ മാറ്റങ്ങൾ, അതാണ്. ഇനി അടുത്തത് ഗ്രീൻ റവല്യൂഷൻ, അതായത് ഹരിത വിപ്ലവം. അപ്പം എന്താണ് മാർക്സിയൻ വ്യൂ എന്ന് നമുക്ക് നോക്കാം. 3 എണ്ണമാണ് പ്രധാനമായിട്ടും ഉള്ളത്. എന്താണ്? ഇക്കണോമിക് ഫാക്ടേഴ്സ് ഓഫ് സോഷ്യൽ ചേഞ്ചസിൻ്റെ, അതായത് സാമ്പത്തിക മാറ്റത്തിൻ്റെ സാമ്പത്തിക ഘടകങ്ങൾ, സാമൂഹ്യ മാറ്റത്തിൻ്റെ സാമ്പത്തിക ഘടകങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ക്ലിയർ ആയോ? എന്താണ് സാമൂഹ്യ മാറ്റത്തിൻ്റെ സാമ്പത്തിക ഘടകങ്ങൾ, അതായത് ഇക്കണോമിക് ഫാക്ടേഴ്സ് ഓഫ് സോഷ്യൽ ചേഞ്ച്. അതിനകത്ത് പ്രധാനമായിട്ടും 3 ഘടകങ്ങളാണ് നമുക്ക് കാണാനായിട്ടുള്ളത്. ഒന്ന് മാർക്സിയൻ വ്യൂ എന്ന് വെച്ചാൽ എന്താണ്? കാറൽ മാർക്സിൻ്റെ കാഴ്ചപ്പാട്. രണ്ടാമത്തത് ഇമ്പാക്റ്റ് ഓഫ് ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വ്യവസായവൽക്കരണത്തിൻ്റെ സ്വാധീനം. മൂന്നാമത്തത് ഗ്രീൻ റവല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹരിത വിപ്ലവം. അപ്പം മാർക്സിയൻ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കാറൽ മാർക്സിൻ്റെ അഭിപ്രായത്തിൽ കാറൽ മാർക്സ് ആണ് സാമ്പത്തിക സിദ്ധാന്തത്തിൻ്റെ സാമൂഹ്യ മാറ്റത്തെക്കുറിച്ച് പഠനം നടത്തിയ വ്യക്തി എന്ന് പറയുന്നത്. അപ്പോൾ കാറൽ മാർക്സ് ആണ് സാമ്പത്തിക സിദ്ധാന്തത്തിൻ്റെ സാമൂഹ്യ മാറ്റത്തെക്കുറിച്ച് പഠനം നടത്തിയത്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ സാമൂഹ്യ മാറ്റം എന്നത് സാമ്പത്തിക ഘടകങ്ങളുടെ ഒരു ഫലമായിട്ടാണ്. അപ്പോൾ കാറൽ മാർക്സ് പറയുന്നത് സമൂഹത്തിൽ മാറ്റമുണ്ടാകുന്നത് സാമ്പത്തിക ഘടകങ്ങളുടെ ഫലമായിട്ടാണ്. അതായത് ഉൽപ്പാദനം സമൂഹത്തിലെ സാമൂഹ്യ, സാംസ്കാരിക, മതപര, രാഷ്ട്രീയ ഘടകങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്ത പോയിൻ്റ് ഇമ്പാക്റ്റ് ഓഫ് ഇൻഡസ്ട്രിയലൈസേഷൻ, വ്യവസായവൽക്കരണത്തിൻ്റെ സ്വാധീനം. വ്യവസായ വിപ്ലവം 17-ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിലാണ് ആരംഭിച്ചത്. നമുക്കറിയാം വ്യവസായ വിപ്ലവം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഒത്തിരിയേറെ ഫാക്ടറികൾ വരുന്നു, യന്ത്രങ്ങൾ ഉപയോഗിച്ച് സാധനങ്ങൾ പെട്ടെന്ന് നിർമ്മിച്ച് മാറ്റുന്നു. ഇതിനെയൊക്കെയാണ് നമ്മൾ വ്യവസായവൽക്കരണം എന്ന് പറയുന്നത്. ഇഷ്ടംപോലെ ആളുകൾക്ക് ഫാക്ടറികളിൽ ജോലി ലഭിക്കുന്നു. ഗ്രാമങ്ങളിൽ നിന്ന് ആളുകളെല്ലാം നഗരങ്ങളിലേക്ക് കുടിയേറി പാർക്കുന്നു. കാരണം എന്തെങ്കിലുമൊക്കെ ജോലി ഫാക്ടറികളിൽ കിട്ടും. അതുകൊണ്ട് ആളുകളൊക്കെ നഗരങ്ങളിലേക്ക് തിങ്ങിപ്പാർക്കുന്നു. ഫാക്ടറികൾ ധാരാളം വരുന്നുണ്ട്. യന്ത്രങ്ങൾ, മിഷ്യൻസിൻ്റെ പ്രവർത്തനങ്ങൾ ഉപയോഗിച്ചാണ് സാധനങ്ങളൊക്കെ നിർമ്മിക്കുന്നത്. ഇതൊക്കെയാണ് വ്യവസായ വിപ്ലവം എന്ന് പറയുന്നത്. അപ്പോൾ 17-ാം നൂറ്റാണ്ടിലാണ് ഇത് ഇംഗ്ലണ്ടിലാണ് ആരംഭിച്ചത്. പിന്നീട് സമൂഹത്തിൽ ഒത്തിരിയേറെ മാറ്റങ്ങൾ വന്നു. വ്യവസായ വിപ്ലവം വന്നതോടുകൂടി കുടിൽ വ്യവസായമൊക്കെ കുറഞ്ഞു. സമൂഹത്തിൽ കുറേയധികം മാറ്റങ്ങൾ വന്നു. പെട്ടെന്ന് സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ടൊക്കെ സാധിച്ചു. അതുകൊണ്ട് തന്നെ വീടുകളിൽ നിന്ന് ഉൽപ്പാദനങ്ങളെല്ലാം ഫാക്ടറികളിലേക്ക് മാറി. കുടിൽ വ്യവസായങ്ങൾ ഫാക്ടറികളിലേക്ക് മാറി. വ്യവസായ വിപ്ലവത്തിൻ്റെ ഫലമായിട്ട് കുടിൽ വ്യവസായങ്ങൾ ഫാക്ടറികളിലേക്ക് മാറി. പിന്നെ ഉൽപ്പാദന പ്രക്രിയയുടെ പ്രധാന ഘടകമായ മൂലധനം മാറി. ഉൽപ്പാദന പ്രക്രിയയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായിട്ട് മൂലധനം മാറി. കാരണം പണം വേണം സാധനങ്ങളൊക്കെ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി. അങ്ങനെ മൂലധനം, അതായത് ക്യാപിറ്റൽ എന്ന് പറയും. അങ്ങനെ ഉൽപ്പാദന പ്രക്രിയയുടെ പ്രധാന ഘടകമായിട്ട് മൂലധനം മാറി. ഇനി അടുത്ത് നോക്കിയേ, കാർഷിക ജോലിയിൽ നിന്ന് വ്യാവസായികാധിഷ്ഠിതമായ തൊഴിലിലേക്ക് മാറി. ജനങ്ങളൊക്കെ ബഹുഭൂരിപക്ഷം ആളുകളും പണ്ട് കൃഷിപ്പണിയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ നിന്നൊക്കെ ആളുകൾ മാറി.
എല്ലാ ജനങ്ങളും വ്യാവസായിക അധിഷ്ഠിതമായ ജോലികളിലേക്ക് മാറി. പിന്നെ സ്ത്രീകൾ ഗാർഹിക ജോലി ഉപേക്ഷിച്ച് വ്യവസായശാലകളിൽ ജോലികൾ സ്വീകരിച്ചു. ജാതി, മതം ഇവ മൂലമുള്ള വ്യത്യാസങ്ങൾക്കും മാറ്റം സംഭവിച്ചു. പണ്ട് കാലത്തുണ്ടായിരുന്ന ജാതി വ്യവസ്ഥയും കാര്യങ്ങളൊന്നും ഇവിടെ ബാധകമായിരുന്നില്ല. എല്ലാവരും ജോലിക്ക് പോകാൻ തുടങ്ങി. സ്ത്രീകളൊക്കെ ആണെങ്കിൽ ഫാക്ടറികളിൽ ജോലി ചെയ്യാൻ തുടങ്ങി. പിന്നെ നഗരവൽക്കരണം വന്നു. ഗതാഗതം, ആശയവിനിമയം ഇവയിൽ പുരോഗതി ഉണ്ടായി. ഇതൊക്കെയാണ് വ്യവസായ വിപ്ലവത്തിൻ്റെ ഫലമായിട്ടുണ്ടായ മാറ്റങ്ങൾ. ഇനി അടുത്തത് എന്താണ്? ഗ്രീൻ റവല്യൂഷൻ. ഗ്രീൻ റവല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഹരിത വിപ്ലവമാണ് ഗ്രീൻ റവല്യൂഷൻ എന്ന് പറയുന്നത്. കാർഷിക രംഗത്തുള്ള പുരോഗതിയാണ് ഹരിത വിപ്ലവം എന്ന് പറയുന്നത്. MS സ്വാമിനാഥനാണ് ഇതിൻ്റെ വക്താവായിട്ട് നമ്മൾ പറയപ്പെടുന്നത്. കാർഷിക രംഗത്തുള്ള പുരോഗതിയാണ് ഹരിത വിപ്ലവം എന്ന് പറയുന്നത്. MN സ്വാമിനാഥാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് നമുക്കറിയാം, ഹരിത വിപ്ലവം. ഇനി 1960 ഇന്ത്യയിൽ ഹരിത വിപ്ലവം ആരംഭിക്കുന്നത്. ഇത് കർഷക രംഗത്ത് ഒരുപാട് മാറ്റങ്ങളുണ്ടായി. ഇന്ത്യയിൽ 1960 ഹരിത വിപ്ലവം ആരംഭിക്കുന്നത്. ഇത് കാർഷിക രംഗത്ത് വലിയ മാറ്റങ്ങളുണ്ടാക്കി. അങ്ങനെ ഇതൊക്കെയാണ് സാമൂഹ്യ മാറ്റത്തിൽ സാമ്പത്തിക സിദ്ധാന്തം സാമൂഹ്യ മാറ്റത്തിൽ കൊണ്ടുവന്ന മാറ്റങ്ങളെന്ന് പറയുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു ചെറിയൊരു ചാപ്റ്ററാണ്. ഒത്തിരി കാര്യങ്ങളൊന്നുമില്ല, വളരെ സിമ്പിളുമാണ്, നിങ്ങൾക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എക്സ്പ്ലെയിൻ ദ ഫാക്ടേഴ്സ് ഓഫ് സോഷ്യൽ ചേഞ്ചസ് ആണ്. അപ്പോൾ അത് നന്നായിട്ട് പഠിക്കുക. സാമൂഹ്യ മാറ്റത്തിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്. പിന്നെ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ എക്കണോമിക് ഫാക്ടേഴ്സ് ഓഫ് സോഷ്യൽ ചേഞ്ചസ്. ഇത് രണ്ടെണ്ണം നന്നായിട്ട് പഠിക്കുക. പിന്നെ കൾച്ചറൽ ലാഗ് എന്താണെന്ന് നിങ്ങൾക്കറിയാം. എന്നാണ് പഴയ തലമുറയ്ക്ക് പുതിയ തലമുറയെ അംഗീകരിക്കാൻ പറ്റാതെ വരുന്ന ഒരു അവസ്ഥ. അതിനെയാണ് നമ്മൾ കൾച്ചറൽ ലാഗ് എന്ന് പറയുന്നത്.